ശ്രീ വി ജോയ്, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷം ക്ഷേമം കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് ഓരോ ജില്ലയ്ക്കും ഒരു ജില്ലാ സ്റ്റേഡിയം എന്ന ഒരു തീരുമാനം എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വർക്കലയിലെ ഇടവയിലെ നാട്ടുകാർ അവർ പൈസ പിരിച്ച് ചെറിയ തൊട്ടുകൾ പിരിച്ച് ഏതാണ്ട് ഒരു 5 ഏക്കർ ഭൂമി വാങ്ങി സംഭാവന ചെയ്തതാണ് ഈ സ്റ്റേഡിയം. തോമസ് സെബാസ്റ്റ്യൻ്റെ പേരിലുള്ള സ്റ്റേഡിയമാണ് ഇത്. 2018 കിറ്റ്കോയെ SPV ആയി നിശ്ചയിച്ച് ടെൻഡർ നടപടികളിലേക്ക് പോയി. 2018 തുടങ്ങിയതാണ്. 6 വർഷമായി ആ സ്റ്റേഡിയത്തിൻ്റെ പണി ഒന്നും എത്താതെ ഇന്ന് നിൽക്കുകയാണ്. അവിടെ ആ വർക്ക് ടെൻഡർ ചെയ്തു, ഒരു കോൺട്രാക്ടർ എടുത്തു, കുറച്ച് നാൾ ആ വർക്ക് നടത്തി. ഈ കിറ്റ്കോയുമായിട്ടുള്ള SPVയുമായിട്ടുള്ള നിരന്തരമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കോൺട്രാക്ടർ വർക്ക് ഉപേക്ഷിച്ചു പോയി. പിന്നീട് വീണ്ടും നിരന്തരമായിട്ട് മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ കൊണ്ട് SPV മാറ്റി സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നിലവിലുണ്ടായിരുന്ന SPV കിറ്റ്കോ ആവശ്യമായിട്ടുള്ള രേഖകൾ കൈമാറില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഈ 2024 ഇതുവരെയുള്ള സമയത്ത് 4 മീറ്റിങ്ങുകൾ അദ്ദേഹം അറേഞ്ച് ചെയ്തു. പക്ഷെ ഒരു കാരണവശാലും കിറ്റ്കോ എന്ന് പറയുന്ന ഈ SPV ആവശ്യമായ രേഖകൾ കൈമാറില്ല. ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ വല്ലാതെ ആഗ്രഹിച്ച ഒരു സ്റ്റേഡിയം 6 വർഷമായിട്ട് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അഭ്യർത്ഥന, ഈ കിറ്റ്കോ എന്ന് പറയുന്ന ഈ SPV നമുക്ക് ചെയ്യുന്ന ദ്രോഹം ചെറുതല്ല. ഒരു തീരുമാനം എടുക്കണം. അവരെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കാൻ പറ്റില്ല. ചെയ്യുന്നതിലെല്ലാം അഴിമതിയാണ്. വല്ലാത്തൊരു പ്രശ്നമാണ് കിറ്റ്കോ ഇന്ന് നമുക്ക് അവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് കർശനമായിട്ടുള്ളൊരു നിലപാട് ഇക്കാര്യത്തിൽ അങ്ങ് സ്വീകരിക്കണം. അങ്ങ് പരിശോധിച്ചാൽ അറിയാം. സ്കൂളുകളുടെ കാര്യം, മറ്റ് പല കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതൊരു സീരിയസ് മാറ്ററാണ്. അത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം. ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രിയോട് അഭ്യർത്ഥന, എങ്ങനെയെങ്കിലും നമുക്കിത് തുടങ്ങാനുള്ള അല്ലെങ്കിൽ വീണ്ടും ആരംഭിക്കാനുള്ളൊരു ശ്രമം നിരന്തരമായി ബഹുമാനപ്പെട്ട മന്ത്രി ചെയ്യുന്നുണ്ട്. തുടർന്ന് അതിന് കാര്യങ്ങളൊന്നും സംബന്ധിച്ച് ചെയ്യണമെന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട അംഗം ശ്രീ ജോയ് MLA അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള സബ്മിഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ധാരാളം കേസുകൾ കിറ്റ്കോയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. പല ജില്ലാ സ്റ്റേഡിയങ്ങളും, ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ സ്റ്റേഡിയം, വയനാട് ജില്ലാ സ്റ്റേഡിയം അടക്കം കിറ്റ്കോയുടെ ഇത്തരത്തിലുള്ള നിലപാട് കൊണ്ട് സ്തംഭിച്ചിരിക്കുകയാണ്. കായിക വകുപ്പിൽ തന്നെ 23ഓളം പദ്ധതികൾ കിറ്റ്കോയുടെ പ്രവർത്തനത്തിൻ്റെ പോരായ്മ കൊണ്ട് തടസ്സപ്പെടുന്ന രീതി നിലവിലുണ്ട്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തിരുവനന്തപുരം ജില്ലാ സ്റ്റേഡിയമായ ഇടവ തോമസ് സെബാസ്റ്റ്യൻ സ്റ്റേഡിയത്തിന് 58.47 കോടി രൂപയ്ക്ക് ഭരണാനുമതി നൽകുകയും തുടർന്ന് കിഫ്ബിയിൽ നിന്നും 34.26 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയും ലഭിച്ചതാണ്. മിസസ് കിറ്റ്കോയാണ് പ്രവൃത്തിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി ചുമതലപ്പെടുത്തിയത്. കിറ്റ്കോ മുഖാന്തരം സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് FDAയുടെ പരിശോധനയിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഫൗണ്ടേഷൻ ഡിസൈനിൽ ചില പോരായ്മകൾ കണ്ടെത്തുകയും ഇതിനെ തുടർന്ന് 1/10/19 കിഫ്ബി സ്റ്റോപ്പ് നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് പ്രവൃത്തി പുനരാരംഭിക്കുന്ന വിഷയത്തിൽ തീരുമാനമുണ്ടാകുന്നതിന് കാലതാമസം ഉണ്ടായതിനാൽ കരാറുകാരൻ പ്രവൃത്തിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് കിറ്റ്കോയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ പദ്ധതിയിൽ പുരോഗതിയൊന്നും കാണാത്ത സാഹചര്യത്തിൽ സർക്കാർ ഉത്തരവ് 56/2024 പ്രകാരം 22/2/24 ഇടവ തോമസ് സ്റ്റേഡിയത്തിന് അവശേഷിക്കുന്ന പ്രവൃത്തികളുടെ SPI കേരള സ്പോർട്സ് ഫൗണ്ടേഷനെ ചുമതലപ്പെടുത്തി ഉത്തരവായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ചുമതലപ്പെടുത്തി ഉത്തരവായതിൻ്റെ അടിസ്ഥാനത്തിൽ
ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ കിറ്റ്കോയോട് ആവശ്യപ്പെടുകയും എന്നാൽ കിറ്റ്കോ ഈ ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ തയ്യാറായിട്ടില്ല. തുടർന്ന് 24/4/2024 കായിക യുവജനകാര്യ ഡയറക്ടറുടെ അധ്യക്ഷതയിലും 8/5/2024 കായിക വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിലും ചേർന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ശേഷിക്കുന്ന പ്രവൃത്തികളുടെ ഡ്രോയിങ്, എസ്റ്റിമേറ്റ്, ബിഡ് ഡോക്യുമെൻറ്റ്സ് കൂടാതെ പ്രവൃത്തി വർക്കുകളുമായിട്ടുള്ള മെഷർമെൻറ്റ് ബുക്കോ കിറ്റ്കോ സ്പോർട്സ് കേരള ഫൗണ്ടേഷന് 18/5/24 കൈമാറി നൽകിയിട്ടുണ്ട്. പ്രസ്തുത പദ്ധതിയുടെ ശേഷിക്കുന്ന പ്രവൃത്തികൾ ദീർഘകാല അംഗീകാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് പ്രവൃത്തിയുടെ മുൻ കരാറുകാരനെ ഒഴിവാക്കിക്കൊണ്ടുള്ള എഗ്രിമെൻറ്റ് കിറ്റ്കോ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ലഭ്യമാക്കേണ്ടതുണ്ടായിട്ടുണ്ട്. 20/5/24 കിഫ്ബിയുടെ സിഇഒയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കിറ്റ്കോ പ്രസ്തുത ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കി ഒരാഴ്ചക്കകം ലഭ്യമാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. 5/5/2024 ബഹുമാനപ്പെട്ട വർക്കല MLAയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ എല്ലാ ഡോക്യുമെൻറ്റുകളും സ്പോർട്സ് കേരള ഫൗണ്ടേഷന് കൈമാറി നൽകുന്നതിന് കിറ്റ്കോയോട് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ പ്രസ്തുത ഡോക്യുമെൻറ്റുകൾ ഇതേവരെ ലഭ്യമായിട്ടില്ല. കിറ്റ്കോയിൽ നിന്നും ഡോക്യുമെൻറ്റുകൾ അടിയന്തരമായി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്വീകരിച്ചു വരികയാണ്. കിറ്റ്കോ SPV ആയ പദ്ധതികൾ നടത്തിപ്പിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടവ സ്റ്റേഡിയം നിർമ്മാണം ഉൾപ്പെടെ 23 പദ്ധതികളുടെ SPV മാറ്റി സ്പോർട്സ് കേരള ഫൗണ്ടേഷന് പുതിയ SPV നിശ്ചയിച്ച ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. എന്നാൽ രേഖകൾ നൽകാതെ കിറ്റ്കോ കാലതാമസം ഉണ്ടാക്കുന്നു. ഇതിനാൽ ആവശ്യമായ നിയമ നടപടിയിലേക്ക് വകുപ്പ് നീങ്ങുകയാണ്. ബഹുമാനപ്പെട്ട വകുപ്പ് സെക്രട്ടറിയോട് ഇത്തരം കേസുകൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിറ്റ്കോയിൽ നിന്നും എഗ്രിമെൻ്റ് ലഭ്യമാക്കുന്ന മുറക്ക് ശേഷിക്കുന്ന പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്വീകരിക്കുന്നതാണ് എന്നുകൂടി ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുക.